പാറിമായം. ഒന്നും അവലക്ഷണമല്ല, തെറിക്ക് ഒരു കുറവുണ്ടാവൂല. ഒന്ന് തീർക്കത്. ദേവി മഹാമായേ, എന്തൊരാപത്ത് കൂടാണ്ട് ഭംഗിയായിട്ടെല്ലാം തീരണേ. തുറക്കണോ? പലക്കല്ലേ. ദേവി ഭഗവതി, എന്തെങ്കിലും റേഞ്ച് ഉണ്ടാവണേ. നാട്ടുകാരുടെ തെറി കേൾക്കാനായിട്ട് വരുത്തരുതേ. ഫോൺ ചെയ്തോട്ടെ. ആ സുധീറിന്റെ വരല് നോക്കാല്ലേ. ഇനി നമ്പർ അടിച്ച് ARP. സാധനം വന്നല്ല. അതല്ല, ഇന്നലെ ഉണ്ടാഞ്ഞോണ്ടേ ഇന്ന് ഫുൾ റേഞ്ചാണ്. ഇന്ന് തകർക്കാം. ഈ സമയത്ത് ഒരെണ്ണം കയറി വരണ്ടോക്ക്. ഇന്ന് ആർക്കും അരി വേണ്ട. റേഞ്ച് ഇല്ലാത്തപ്പോ ഇങ്ങോട്ട് വരും കുതിര കയറാൻ. എടാ കൈതീട്ടം വിറ്ററില്ലടാ, അതിന് മുമ്പ് മണക്കാൻ വന്നേക്കാണ്. ഒന്ന് കാണിച്ചു കൊടുക്കാണ്ട്. എടാ വല്ല മരുന്നും മേടിച്ച് കഴിക്കടാ, ഇതെന്തോ അസുഖമാണ്. റേഷനരി മണത്തണ. അങ്ങനെ പോരാ പവർ പോരാ. കഴിഞ്ഞ ആഴ്ച എത്ര പോരാ? എങ്ങനെ പോരാ? ഇനി വരാണ്ടാ? ഒരെണ്ണം പൊട്ടിക്കാണ്ടല്ലേ? അത് മണത്താ നമുക്ക്. അത് സമാധാനം. എന്തൊരു ജമ്മാടത്. ഈ കള്ളിന്റെ കഞ്ചാവിന്റെ ഒക്കെ മണം ഇഷ്ടപ്പെടുന്നവരെ കണ്ടിട്ടുണ്ട്. ഈ റേഷനരി മണത്തിട്ട് ജീവിക്കുന്ന ഒരു ജമ്മാണ്. അത് അവന്റെ ഒരു ലഹരിയാണ്. എന്ത് ചെയ്യാനാ? നമുക്കൊരു സഹായമാണ് അവൻ വന്നാലേ. അച്ഛനവിടാ? അച്ഛൻ കിടപ്പിലാണ്. ഇന്നലെ വൈകുന്നേരം കൂടി കണ്ടാണ്ട. അല്ല, അച്ഛന് കുഴപ്പം പറ്റി കിടപ്പല്ല. രാവിലെ അടിച്ച് മൂത്ത് കിടപ്പ. അത് സ്ഥിരമുള്ള പരിപാടിയല്ലേ. ഇച്ചിരി പണിത്തരം ഉണ്ട്. ആ വിരലൊക്കെ ഒന്ന് തുടച്ചു വെക്ക്. കൈ വെച്ച നോക്കി കുത്തത്. പ്രഭാകരൻ എന്റെ പേര്. പേര് മാറി കുത്തിയടാ. ക്യാൻസൽ ചെയ്യ്. റെഡിൽ കുത്തിക്ക മാറ്. ഇനി രണ്ടാമത് എൻട്രി ചെയ്തേ. അത് തള്ളി അകത്തോട്ട് നോക്കല്ലേ, പതുക്കെ വെച്ചാൽ മതി. എന്താ വേണ്ടതില്? 20 കിലോ അരിയുണ്ട്, 5 കിലോ ഗോതമ്പുണ്ട്. എല്ലാം വേണം. സഞ്ചി കൊടുക്കണ്ട. സഞ്ചി ഒന്നാണ്. ഒരു 10 കിലോ അരി കൊണ്ടായിക്കോ. 10 രൂപ. 10 രൂപ എടുക്കണ കുട്ടിയെ. എന്തിന്? അരിക്ക് ഫ്രീ അല്ലേ? 10 എന്തിനാണ്? ഇപ്പൊ 1 ഉറുപ്പ്യാണ് അരിക്ക്. ഇപ്പൊ വെറുതെ കിട്ടില്ല. സുഖതയോടെ ഇത്ര നാളിത് ഫ്രീ ആയിട്ട് കൊണ്ടിരുന്നല്ലേ? ഇത് BPL കാർഡല്ലേ? അതെ. ഇതിനിപ്പോ 1 രൂപ വെച്ച് വേണം 1 കിലോ അരിക്ക്. എന്നിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല. പത്രത്തിലുണ്ടായല്ലോ. അതെ, ഈ മിഷ്യം വന്നതിന്റെ ശേഷം ഇപ്പൊ 1 ഉറുപ്പ്യ വേണം. മഞ്ഞക്കാട്ടിൽ അരിക്ക് മാത്രമേ കാശില്ലാത്തുള്ളൂ. മനസ്സിലായോ? സുഖതയുടെ ഇപ്പൊ മിഷ്യം വാങ്ങിച്ചത് ഞാൻ കാശ് എന്താണെന്ന് എനിക്കറിയില്ല. എന്തൊരു കഷ്ടം നോക്കിയത്. 1 രൂപയുടെ അരി മേടിക്കാൻ 10 രൂപ തരാനില്ല എന്നാ പറഞ്ഞു. 10 രൂപ കൊടുത്തേ. 10 രൂപ കടം കൊടുക്കും. ആര്? ഞാൻ 10 രൂപ കടം കൊടുത്ത് അരിയും കൊടുക്കണം. മിണ്ടാതെ പോയിക്കാണ്. മോനൊരു കാര്യം ചെയ്യും, വീട്ടിൽ പോയിട്ട് 10 രൂപ എടുത്തുണ്ടോ? അരി ഇവിടെ ഉണ്ടല്ലോ, ചാക്കിലുണ്ടല്ലോ. അരി തന്നൂടെ? ഞാൻ പൈസ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരണേട്ടാ. കൈ നട്ടാണ്, അതുകൊണ്ടാണ് കൊടുക്കുന്ന. ശരിയാണ്. ഒരു അറിയിപ്പില്ലാണ്ട് ഇപ്പൊ കാശ് കൂട്ടിയത്. മോനെ, ഈ കൂട്ടിയ കാശ് എന്ന് പറയണത് 1 രൂപയല്ലേ? അത് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അല്ല, ഇത് ഇവിടെ ഇല്ലെങ്കിലോ? ഈ അരി വെറുതെ കിട്ടില്ലല്ലോ. ആരെങ്കിലൊക്കെ അധ്വാനിച്ചുണ്ടാക്കണല്ലേ? കൊണ്ടങ്ങോട്ടാ 10. എന്റെ ഉണ്ണി ഒന്ന് വെറുതെ ഉണ്ണി ഒന്ന് ഇവന് ഈ അരി നിന്ന് വിത്തം പിടിക്കുന്നത് ഉണ്ട് കേട്ടോ. അച്ചക്ക് തന്നെ തിന്നാ. പ്രസ് പോയില്ലേ മാഷേ? ഇന്ന് പ്രസ്സിലൊന്നും പോയില്ലടോ. ഇന്നലെ ഭാര്യ വന്നിട്ട്
അവള് കുറെ നേരമൊക്കെ നിന്നത് ഇതിലെന്താ കംപ്ലൈന്റ് ആണെന്ന് പറയണല്ലോ. അല്ല അത് ഈ നെറ്റ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നമുക്ക്. ഒന്നും നടക്കില്ല. നെറ്റില്ലെങ്കിൽ പിന്നെ ഒരു പറ്റും നടക്കില്ല. ഞാനിപ്പോ അത് കാരണം നിന്ന് മെനക്കെട്ടേക്ക് ഇപ്പൊ പ്രസി പോയില്ല. ഇപ്പൊ പുതിയ നിയമം ജനങ്ങൾക്ക് നല്ലതാണെന്നൊക്കെ പറഞ്ഞ ആകെ വലച്ചിലാണ്. എന്തപ്പോഴത്തെ സ്ഥിതി ഇതൊക്കെ കൊണ്ടുവന്നിട്ട്? എന്ത് റേഷൻ കട നിർത്താൻ പോവാ ഞാൻ. അതെന്തേ? 10 വയസ്സിലെന്ന് ആകെ 16 റുപ്യ ശമ്പളം കിട്ടുക. അതിന് 9 റുപ്യ ബന കൊടുക്കണം, 3 റുപ്യ ഇതിന്റെ വാടക കൊടുക്കണം, കറണ്ട് ബില്ല് കൊടുക്കണം. പിന്നെ ഞാൻ എന്തിനാ ചൊറിയും കുത്തി പഠിക്കുന്നത്? പഴയ തിരുമല നടക്കണില്ല, ഒന്നും നടക്കണില്ല. അല്ലെങ്കിൽ ഇതൊക്കെ ജനങ്ങൾ വെറുതെ പറയണതാണ്. റേഷൻ കടക്കാർ കരിഞ്ചന്തയ്ക്ക് വെക്കുക അത് എന്നൊക്കെ. 10 പൈസ നാട്ടുകാരനെ ഞാൻ പറ്റിച്ചിട്ടില്ല എന്ന് വരെ. ഞാൻ അധ്വാനിച്ച കാശോണ്ട് 2 കൊല്ലം അറസ്റ്റ് ചെയ്തിരി തിരുമുറ എടുത്തത്. അല്ല അതൊക്കെ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ ഇപ്പൊ സാധാരണ പതിവ്. അതൊക്കെ റേഷൻ കടയൊക്കെ ആകുമ്പോ അങ്ങനെയൊന്നും ഇല്ലാണ്ടൊന്നും പിടിച്ചേക്കാൻ പറ്റില്ലടോ. എന്തിനാവട്ടെ അരി എടുക്കല്ലേ എനിക്ക് അരി. അപ്പൊ അതില് കാർഡിൽ എത്ര വിളിച്ചു? എനിക്ക് എപ്പോഴും വരാൻ പറ്റില്ല. ഗോതമ്പുണ്ട്, 3 ടൈപ്പ് അരിയുണ്ട്. 4 പേരല്ലേ? 8 കിലോ അരി ഉണ്ട്. 8 കിലോ അരി ആയിക്കോട്ടെ. റേഞ്ചില്ല, നെറ്റ് പോയി. ഈ വർത്താനം പറയുന്ന വരം അരി മേടിച്ച് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിലോ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ഞാൻ പറഞ്ഞത്? കുറച്ചേരം കാക്ക് ഭാഷ വരും. ഒരു കഷ്ടം നോക്കിയാൽ ഒരു കാര്യം ചെയ്യും. നീ എന്തായി കാണിക്കണേ? ഇതിപ്പോ അവിടെ വെച്ചിട്ട് ബില്ല് കുത്താൻ പറ്റും. ഇവിടെ ആക്കിയത് റേഞ്ച് എന്താന്ന് നോക്കിയത്. ഞാനേ കുറച്ച് മരുന്ന് മേടിക്കാണ്ട്. എന്നാ അത് ഇവിടെ ഇരിക്കട്ടെ, മാഷ് പോയിട്ട് വരും. റേഞ്ച് ഇല്ല. ഞാനേ ഇവിടെ ഒന്നും വരണ്ട. റേഞ്ച് ഇല്ലല്ലോ. ഏത് നേരം ഇവിടെ കുത്തിയിരുന്ന് ഈ പച്ചരിയിൽ നിന്നിട്ട് വല്ല പിത്ത പിടിക്കണാക്കാ. ഞാൻ പോയിട്ട് വരാം. ഉണ്ണി 2 ചായ മേടിച്ചോടാ. 3 മണിക്കാ? 2 മതി. 2 മതി. 2 മതിയാ? എനിക്ക് വേണ്ട. എന്നാ 3 മേടിക്ക്. നീ ചെല്ലി തിന്നാൻ വേണ. എന്റെ പ്രാർത്ഥന പോലെ ഇരുന്നോ. സത്യശീല വരുന്നുണ്ട്. ഇന്നലെ വന്നിട്ട് തിരിച്ചു പോയത് തന്നെ അയാളുടെ വായിലിരിക്കണ കേൾക്കണ്ട്. ഇന്ന് കിട്ടുവാരി? ഇന്ന് കിട്ടുമോന്ന്? അതെ. എന്താ അതെ? ഈ റേഞ്ചേ. എന്ത് റേഞ്ച്? ഈ സിഗ്നല്. എന്ത് സിഗ്നല്? എന്ത് സിഗ്നല് ഞങ്ങള് പറയണത്? അല്ല ഇതിലെ സിഗ്നലേ മിഷ്യന്റെ എനിക്കൊന്ന് അരി തരുമോ? അത് കുറച്ച് സമയം പിടിക്കട്ടെ. ഇനി എന്ത് കുറച്ച് സമയം? എന്തൊരു കഷ്ടം നോക്ക്. ഇങ്ങോട്ട് വാ, റേഞ്ച് വന്നു. വേഗം കാർഡ് ഉണ്ടാ. ഇനി അത് പോയിട്ട് വേണം ഇവിടെ കിടന്ന് അലമ്പാൻ. ഇങ്ങനെ വാ. കാർഡ് എടുക്കുന്നു. അതൊക്കെ പറയാൻ പോലെ സുഖമായിട്ട് അടിച്ചേ. നമ്പർ പറ. 67 34. വെച്ചു വെച്ചു. പെരല് വെച്ചു. പെരല് വെക്കാൻ വരല് വെക്ക്. തെളിയാനല്ലോ. നേരെ വെക്കി. ഒരു മിനിറ്റ്. ഇതില് പാടൊന്നുമില്ലല്ലോ. ഇത് ഒരച്ച് ഒന്ന് സത്യശീല ഒന്ന് തലയിലെങ്ങനെ ആക്കിയ നീ വെക്കും. ഇവിടെ ഒരു കാര്യം ചെയ്യാം, അത് പോട്ടെ. ആധാർ കാർഡ് എടുത്ത. എന്ത് ആധാർ കാർഡ്? ഈ ആധാർ കാർഡായിട്ട് ഞാൻ പണിക്കുള്ള ആള് ഈ ആധാർ കാർഡ് പുകയിലിട്ട് നടക്കുവോ? എന്റെ സത്യശീല ഇത് പുതിയ നിയമമാണത്. കൈരേഖ പതിഞ്ഞാലേ തരാൻ പറ്റുള്ളൂ. വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. കഴിഞ്ഞ മാസം ഇതൊന്നും ഇല്ലാതെ എങ്ങനെ തന്നത് എനിക്ക് അരി? അത് കഴിഞ്ഞ മാസല്ലേ? ഈ മാസം മുതൽ നിയമം മാറിയില്ലേ സത്യശീല? 1 കിലോ കൊടുത്തേക്കട്ടെ. ഇവിടെ അന്റെ തലപെട്ടെന്ന് എടുത്ത് കൊടുക്കണം. അതിന്റെ കാശാല തരിക. ഞാനപ്പോ പട്ടിണി കിടക്കട്ടെ. അത് നിങ്ങൾ പട്ടിണി കിടന്നാലും ശരി, എന്ത് കിടന്നാലും നിങ്ങളെ നോക്കലല്ലേ പണി. ഇവിടെ നിയമമാണ്. ആ എടുത്തിട്ട് വാ. ഇനി ഞാൻ ആധാർ കാർഡ് കൊണ്ടുവന്നാൽ നിങ്ങൾ എഴുതി തരുമോ? തരും. അപ്പോഴേക്ക് നിങ്ങൾ അടച്ചാലോ? ഞാൻ കുറച്ച് വൈകി പോയാ 8 മണി വരെ ഉണ്ട് കട. 8 മണി വരെ. അപ്പൊ 8:05 ആയാലും തരുമോ? ഓരോറപ്പിന് എന്റെ കാർഡ് പിടിക്കട്ടെ. വേഗം പോയെടുത്തുണ്ടോ റേഞ്ച് പോണേനും. കഷ്ടപ്പാടാട്ടത്. ഓരോ നിയമം സർക്കാരിന്റെ അല്ലേ? നിയമം 5 മിനിറ്റ് നിൽക്കാൻ വയ്യാണ്. ആ ബീവറേജിന്റെ ക്യൂ പോയിട്ട് ഒരു ദിവസമാണ് ഇവിടെ വന്നിട്ട് ഈ തിന്നാനുള്ള അരി മേടിക്കാൻ അവന് സമയമില്ല. അല്ല നമ്മൾ ഈ തെറി മുഴുവൻ കേൾക്കണ എന്തിനാണല്ലേ? അനുഭവിക്കന്നല്ല. എന്താ മണ്ടോ? വരുന്നേ
എന്താ? ₹1000 ഉണ്ട്. ഇതെന്തിനാ 1000 രൂപ? നിനക്കെന്താ കല്യാണത്തിന് സാരി എടുക്കണം പറഞ്ഞില്ല അമ്മാവന്റെ മോളുടെ? അതെ, കോട്ടൺ സാരി അല്ല, കാഞ്ചീപുരം സാരിയാ ഞാൻ പറഞ്ഞത്. അതിന് 10000 രൂപ തരാന്ന് നിങ്ങൾ പറഞ്ഞാണല്ലോ. തരാന്ന് പറഞ്ഞിരുന്നപ്പോ അന്ന് എനിക്ക് അതിനുള്ള വരുമാനം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ എനിക്ക് ആ വരുമാനം ഇല്ല. എന്താ ജോലി പോയാ? എപ്പോഴും ഈ ടിവിയുടെ മുമ്പ് ഇരുന്നിട്ട് സീരിയൽ മാത്രം കണ്ടോണ്ടിരിക്കരുത്. വല്ലപ്പോഴും ഒക്കെ വാർത്ത കാണണം. എനിക്ക് ഇവിടെ സമയമില്ല അതിനൊന്നും. നിനക്ക് അതിനൊന്നും സമയമില്ല. സപ്ലൈ ഓഫീസ് ഉദ്യോഗസ്ഥരും റേഷൻ കടക്കാരും തമ്മിലുള്ള ബന്ധമൊക്കെ സർക്കാർ മുറിച്ച്. എടീ, കേരളത്തിലുള്ള എല്ലാ റേഷൻ കടയിലും E-POS മെഷീൻ സമ്പ്രദായമാക്കി. മെഷീൻ? ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ. അതായത് ഒരു റേഷൻ കടയിൽ എത്ര രൂപയ്ക്ക് സാധനം വിറ്റു, ആർക്ക് വിറ്റു, എത്ര കിലോ കൊടുത്തു എന്നുള്ളതിൻ്റെ എല്ലാം കൃത്യമായ കണക്ക് അപ്പോൾ തന്നെ ഓൺലൈനിലൂടെ സർക്കാരിൻ്റെ സെർവറിലേക്ക് പോകും. അതിനിപ്പോ എന്താന്ന്? നിങ്ങൾ റേഷൻ കടക്കാരനൊന്നും അല്ലല്ലോ, റേഷനിങ് ഇൻസ്പെക്ടർ അല്ലേ? ആണല്ലോ, റേഷനിങ് ഇൻസ്പെക്ടർ ആണല്ലോ. എൻ്റെ ജോലി എന്താണ്? റേഷൻ കടയിൽ എത്ര സ്റ്റോക്ക് വന്നു, എത്ര സെയിൽ നടന്നു എന്നുള്ളതെല്ലാം ആഴ്ചയിൽ തിട്ടപ്പെടുത്തി കൊടുക്കുന്ന ആള് ഞാനായിരുന്നല്ലോ. ആണല്ലോ. ഇനിയിപ്പോൾ എനിക്ക് ആ ജോലിയില്ല. ഇതെല്ലാം എടി, സുഖമെന്ന് പറഞ്ഞാൽ റേഷൻ കടക്കാർ തന്നോണ്ടിരുന്ന കിമ്പളം എനിക്ക് കിട്ടൂല. ബാക്കി പറഞ്ഞ സ്റ്റോക്കല്ല അവർ മറിച്ച് വിറ്റോണ്ടിരുന്നല്ലേ. ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ല. ഞങ്ങളും അവരൊക്കെ പെട്ടെന്ന് തന്നെ പറഞ്ഞാൽ മതി. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? ചെലവ് ചുരുക്കണം. എങ്ങനെ ചെലവ് ചുരുക്കി ജീവിക്കാന്നുള്ളതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ബഡ്ജറ്റ് ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നോക്കിയൊക്കെ മനസ്സിലാക്കാം. എനിക്ക് സംസാരിച്ചിരിക്കാൻ സമയം. പെട്രോൾ അടിക്കാനുള്ള കാശ് നിന്റെ തന്ത കൊണ്ട് തന്നിട്ടുണ്ടോ ഇവിടെ? ഞാനേ KSRTC ബസ്സിൽ പോകാം. ഇത് അങ്ങോട്ട് 10 രൂപ, ഇങ്ങോട്ട് 10 രൂപ. ഇങ്ങനെയും ജീവിക്കാൻ പഠിക്കണം. സത്യത്തിൽ ഈ സർക്കാർ ജോലിക്കാർക്ക് കിമ്പളല്ലാതെ ശമ്പളമൊന്നും ഇല്ലേ? ശ്യാമളാമ്മേ, എവിടെ പോന്നേ? മനസ്സിലായില്ലേ? രാഘവൻ എവിടെ പോന്നേ? റേഷൻ കട. റേഷൻ കടയില്ല. എനിക്കിപ്പോ ഇതാ പണിയുണ്ട് കൊച്ചേ. അതെയാ? ഇന്നലെ പോയി. അപ്പൊ അവിടെ ഒരു കുന്ത്രാണ്ടം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ മിഷൻ. അതിനകത്ത് എന്താണ്ട് വന്നില്ല എന്ന് പറഞ്ഞു. തന്നില്ല, അരി തന്നില്ല. ഇന്നിപ്പോ പോവാ. കിട്ടുമെന്നറിയില്ല. 3 ദിവസമായി ഞാൻ നടക്കണം. നിനക്കറിയാലോ, ഞാനൊരാളെന്റെ വീട്ടിലുണ്ട്. ഇതെന്തിനീ സാധനം കൊണ്ട് വെച്ചേക്കണത്? മിഷൻ വെച്ചതിനെ പറ്റി കുറ്റം പറയണ്ട. അത് ഈ റേഷൻ കടക്കാർ വമ്പൻ അഴിമതി നടത്തുന്നത് നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് മിഷൻ വെച്ചത്. ഇപ്പൊ കേൾക്കുന്നത് ഈ മിഷൻ വാങ്ങിയതിൽ വമ്പൻ അഴിമതി നടന്നിട്ടുണ്ടാവൂലേ? എന്നിട്ട് നമ്മൾ ഈ 5 കിലോ അരിക്ക് വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ചെങ്ങായി നേരം വെളുക്കുമ്പോ തന്നെ ഇവിടെ വന്ന് കുത്തിരിക്കണത്? അനക്ക് പെരെ കുത്തിരുന്നാ പോരെ? നിങ്ങൾ എന്തിനാ വന്നിനി? ഞാൻ അരി മേടിക്കാൻ വന്നാ. എന്തിനാ വന്നാ? എനിക്കിതൊരു ഇതാണ്. എന്താണ്? ഒരു അനുഭൂതിയാണ്. അരി മേടിക്കാനാ? അനുഭൂതി. ഇതിലൊരു മണം. എന്റെ സ്ഥിതി അറിയും നിങ്ങൾക്ക്? എന്റെ ഒരു കഥയാ. എന്റെ അമ്മ നാണിയെടുത്തി പണ്ടത്തെ ഒരു പണ്ട് റേഷൻ ഷാപ്പിൽ അരി എടുത്ത് കൊടുക്കുന്ന പണിയേരി. ഇവനെ പെട്ട മുതല് ഇവൻ റേഷൻ ഷാപ്പിലാണ്. റേഷൻ ഷാപ്പിൽ ഇവനെ കൊണ്ടുവെക്കും. അമ്മ പണിയെടുക്കും, വൈകുന്നേരം ഇവനെ കൊണ്ട് പോകും. അങ്ങനെ അവിടുത്തെ മണം ഇവനെ കണ്ട് പിടിച്ച് ഈ പുത്ത അരിന്റെ ഗോതമ്പിന്റെ ഒക്കെ മണം. അപ്പൊ അതില്ലാണ്ട് പറ്റില്ലോ. എനിക്ക് വേറെ ജോലിയൊന്നും ഒന്നിനു പോണു, ഒരു ജോലിക്കും പോവില്ല. വീടിരുന്നാ പോരെ, ചായ ഒരു മേടിച്ചു തരും. എന്നാൽ അമ്മയച്ഛനും കൊടുക്കുകയാണ്. അല്ലാത്ത ജന്മ മോനെ മോശമായിട്ടൊന്നും ഇല്ലല്ലോ.